ഫീൽ ചെയ്തത്. ഞാൻ നേരത്തെയും ഒത്തിരി യാത്രകളിലിങ്ങനെ ചില ഗ്രൂപ്പുമായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇതൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിന്നെ എല്ലാവരും ഒരു മാലയിലെ മുത്തുകൾ പോലെ നമ്മളെല്ലാവരും വളരെയധികം സന്തോഷമായിട്ട് സ്നേഹമായിട്ട് നല്ല രീതിയിൽ തന്നെ പോയത്. ഫുഡിന്റെ കാര്യത്തിലായാലും ഒരു ദിവസത്തെ ആ ഒരുമായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഇത്രയും നല്ല രീതിയിൽ മേച്ചുകൊണ്ട് പോയ പോസ്റ്റ് പ്രത്യേകിച്ച് അഭിനയിക്കാൻ നിവർത്തില്ല. വലിയൊരു ഇനിയും ദൈവം നല്ല രീതിയിൽ ഇത്രയും കണ്ടെത്തിച്ച് ഇനി അങ്ങോട്ടും നമുക്ക് നല്ല രീതിയിൽ പോകുന്നവരെ എല്ലാം ഭംഗിയായിട്ട് അവസാനിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഈ യാത്രയല്ല, ഇനിയുള്ള എല്ലാ യാത്രകളിലും നമ്മൾ എല്ലാവരും ഉണ്ടാവണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നടക്കട്ടെ. ദൈവം സഹായിക്കട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. നമ്മളെ ഈ യാത്രയ്ക്ക് നയിക്കുന്ന സാരഥിയായ ഒരു പഞ്ചാബി എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിനാണ് ഞാൻ ആദ്യമായിട്ട് അഭിനന്ദനം അർപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി എല്ലാ രീതിയിലും ക്ലീനറായിട്ട് നിന്നൊരു ബോയ്, പിന്നെ ഗൈഡായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഗൈഡ് വഴിയിൽ ഒന്ന് കയറി അതുപോലെ ഇറങ്ങി പോവുകയും ചെയ്തു. ഇവർക്ക് എല്ലാവർക്കും എൻ്റെ അഭിമാനങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ ഇത് സഹകരിച്ച നമ്മളൊരു സഹോദരി, നമ്മൾ എന്നും കാണുന്ന കോഴിക്കോട് യാത്രയിൽ പരിചയപ്പെട്ട മിസ്റ്റർ സുവാട്ട്, ഇവർക്ക് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. മേലിൽ ഈ യാത്രയിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. ഇനിയുള്ള യാത്രയിലും തുടർ യാത്രയിലും എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു മലയാളം മാത്രം അറിയാവുന്ന ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിച്ച് ഇത്രയും സ്ഥലം കാണിച്ചു തന്ന നമ്മുടെ സഹോദരൻ എന്നുള്ള രീതിയിൽ മുരളിക്കോച്ചി, അതിൻ്റെ കൂടെ സഹകരിച്ച സുഭാഷ്, ശ്രീദേവി, അങ്ങനെ പല പല എക്സെട്ര ആളുകളെല്ലാവരും ഞങ്ങളോടുകൂടിയും ഞങ്ങളുടെ എല്ലാവരുമായിട്ടുള്ള സഹകരണത്തിനും ഭംഗിയായി കൊണ്ടുപോയതിനും ആരോഗ്യപരമായി ദോഷമായിട്ടൊന്നുമില്ലാതെ എല്ലാവരെയും സംരക്ഷിച്ചതിനും ഒരു യാത്ര വളരെ ഭംഗിയായതിന് ദൈവത്തോടും നന്ദി പറയുന്നു. ഈ വണ്ടിയിലുള്ള എല്ലാവരും, ഡ്രൈവർ, കിളി, പിന്നെ ബായി, എല്ലാവരും, ജിത്തുബായി, ഒരു പ്രത്യേക തരം എല്ലാവരും ചിരിച്ചുകൊണ്ടേ നിൽക്കുള്ളൂ പുള്ളി. അതൊരു വലിയൊരു സ്നേഹമുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിനും അറിവത്തിരി കുറവുള്ളതെന്നുള്ള പലരും പറഞ്ഞു കേട്ടായിരുന്നു. എന്നാലും അതൊന്നും ഒരു കുറവല്ല, എല്ലാവർക്കും കാണും ഒരു കുറവ്. അത് മാറി നല്ല രീതിയിൽ വന്നു. ഇത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു സംരംഭമായിരുന്നു. നമ്മുടെ മുരളിക്കോച്ചിയുടെ ഉത്സാഹമാണ് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയത്തക്കത്. അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ കപ്പാസിറ്റി വളരെ നന്നായിട്ടുണ്ട്. വേറെ ആരായിരുന്നെങ്കിലും ഞാനിതിന് തിരിക്കത്തില്ലായിരുന്നു. 2-3 മാസം മുമ്പേ പറഞ്ഞതാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എന്തൊക്കെ വരും, ഏതൊക്കെ ആവുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഭക്തിയും ദൈവാധീനവും കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഇന്നിപ്പം 8-9 ദിവസം കൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് യാത്ര ചെയ്യാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് പറ്റി. അതോടൊപ്പം തന്നെ ഒരു മിനിറ്റ്സ് എന്നുള്ള നിലയ്ക്ക് ഞാൻ യൂട്യൂബ് ചെയ്ത് നമ്മുടെ പിന്നെ ഈ ഗ്രൂപ്പിൽ, ഭാരത് ദർശൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും അത് കാണാവുന്നതും റെക്കോർഡായിട്ട് ഉപയോഗിക്കാവുന്നതുമാണ്. പിന്നെ നമ്മളുടെ ക്രൂ നല്ല രീതിയിലുള്ള ഡ്രൈവറും പിന്നെ ക്ലീനറും, പിന്നെ നമ്മുടെ ബോയി, നമ്മുടെ ഇത് ജിതേന്ദർ സിംഗും എല്ലാം നന്നായിട്ട് ആണ് പെരുമാറിയത്. അദ്ദേഹത്തിനും അവർക്കും നമ്മൾ നന്ദി പറയുന്നു. ഇനിയും കോച്ചിക്ക് ഇതുപോലെയുള്ള 1000 പൂക്കൾ തിരിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത് കഴിഞ്ഞ് നമുക്കൊന്ന് ഒരു ഇലക്ഷൻ നിൽക്കണം. അത് തന്നെ കറക്റ്റ്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. നന്ദി എന്ന് പറഞ്ഞു. ഇതുപോലെ എല്ലാ യാത്രയും കൂടിയുണ്ട്. 1000 നമ്മൾ വാങ്ങിക്കുന്ന 1000 കൂട്ടാണ്. മാഡം,
കുളങ്കരയെ റെപ്രസെന്റ് ചെയ്തു. നല്ല ഭംഗിക്ക് വേണ്ടി പറ തകർത്തുക. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും നമ്മുടെ കോച്ചിയുടെ സംരംഭം ഒരിക്കലും ഒരു തോൽവിയാവും ആവുകയില്ല എന്നുള്ള ഉത്തമ വിശ്വാസമാണ്. പല സ്ഥലങ്ങളിലും അദ്ദേഹത്തോടൊപ്പം പോയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പലരെ ഇറക്കി വിട്ടിട്ടുണ്ട്. പലരും പല വഴിക്ക് പലർക്കും പോയിട്ടുണ്ട്. അവരെല്ലാം തിരക്കി പിടിച്ച് മറ്റു പലരും അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞാൽ പോലും അദ്ദേഹം ഒന്നും മൈൻഡ് ചെയ്യാറില്ല. അടുത്ത ടൂറിൽ അവരായിരിക്കും ആദ്യം കാണുന്നത്. അവരെല്ലാം ഒത്തൊരുമിച്ച് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് എന്തായാലും നമ്മുടെ കോഴിക്കോട്ടെ പ്രശംസനീയമാണ്. അതാണ് അദ്ദേഹത്തെ ഇത്രത്തോളം ഒരു വലിയ ഇന്ത്യ മൊത്തം നോർത്ത് ഇന്ത്യൻ ട്രിപ്പിലേക്ക് അദ്ദേഹത്തെ നയിക്കാനായിട്ടുള്ള പ്രധാന കാരണം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണ് വേറെ ആരുടെ കൂടെ ഇതുവരെ പോയിട്ടില്ല. ഒറ്റയ്ക്ക് ഒരോ പോയില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ മാത്രമേ പോയിട്ടുള്ളൂ. അതിൻ്റെ കൂടെ ഒരു സാരഥിയുണ്ട്, നമ്മുടെ സുഭാഷ് ഒരു ഭയങ്കര ഒരു സംഭവമാണ്. വലിയൊരു സംഭവമാണ്. പറഞ്ഞാലും അത് എല്ലാം എവിടെയും കാണും. സർവ്വവ്യാപിയാണ്. എല്ലാവർക്കും ഭയങ്കര ഓനാരിയാണ്. ഞാൻ തിരുപ്പതി പോയപ്പോൾ ഒരു 4 ദിവസത്തെ ട്രിപ്പ് ഉണ്ടായിരുന്നു. സഹോദരനെ പോലെയാണ് മൂകാംബികയെ പോയത്. മൂകാംബികയുടെ കുടജാത്രയിലും ഒക്കെ പോയത് ഞങ്ങൾ 2-3 പേര് ഒരുമിച്ചാണ് മോളിൽ കയറിയത്. ഭയങ്കര ഒരു സഹായം സഹോദരനെ പോലെ. എന്തായാലും ഈ യാത്ര വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു. വളരെ അറിയില്ല, ദിവസം പോയതറിയില്ല. എൻ്റെ വീടിനെ പറ്റി അപ്പോഴപ്പോഴാ ചിന്ത വരും. എന്നാലും നമ്മുടെ വീടിനൊക്കെ ഒഴുകുകയാണ്. താമസവും മുറികളും ആഹാരവും എല്ലാം നല്ലതായിരുന്നു. എന്നാലും പലർക്കും പല നാടുകളിലെ അതേതായ രീതികൾ, ഭക്ഷണ രീതികൾ അത് നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. അത് നമ്മൾ കരുതിക്കൊണ്ടാണ് ഇറങ്ങി പുറപ്പെടുന്നത്. സാഹചര്യമൊന്നും പറയാനായിട്ടില്ല. എന്നാലും ഇതേപോലെ ആരോഗ്യത്തോടുകൂടി ഡൽഹിയിലെത്തി തിരുവനന്തപുരത്തേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് കോഴിക്കോട്ടേക്ക് നന്ദി. എനിക്ക് പറയാമല്ലോ, ഇവിടെ എല്ലാവരും അമ്മമാരടക്കം എല്ലാവരും ഭയങ്കര സ്നേഹമാണ്. നല്ല ആൾക്കാരാണ്. കോച്ച് നന്ദി പറയണം കേട്ടോ. അത് പറയും. അത് ഇടയ്ക്ക് കട്ട് ചെയ്തോട്ടെ. എൻ്റെ പേര് രേണുക. ഞാൻ ഒരുപാട് യാത്രകളിൽ പോയിട്ടുണ്ട്. കഴിഞ്ഞാണ് യാത്ര പോയത് ഞങ്ങൾ ചാർധാം യാത്രയായിരുന്നു പോയിരുന്നത്. അതേപോലെ ഒരു 13 ദിവസത്തെ ട്രിപ്പായിരുന്നു. നല്ല പോലെ ഒരുപാട് ചാർധാം യാത്രയാകുമ്പോൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. പക്ഷെ എന്നാലും ഞങ്ങൾ ആ യാത്രയിലാണ് ശ്രീദേവിയെ പരിചയപ്പെട്ടത്. ശ്രീദേവിയെ പരിചയപ്പെട്ടതിന് ശേഷം ശ്രീദേവി നമ്മുടെ ആഗ്രഹത്തൊന്നും നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അത്ര നല്ലൊരു ആൾക്കാരായിരുന്നു. അതിന് നല്ല കോർഡിനേഷനുണ്ട്, നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൻ്റെ വഴി ശ്രീദേവി ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെയാണ് ഫോട്ടോയെക്കുറിച്ച് അറിയാൻ പറ്റിയത്. അപ്പോൾ ശ്രീദേവി പറഞ്ഞു പോയിട്ട് നല്ലവണ്ണം അറേഞ്ച് ചെയ്യും, നല്ല രീതിയിലാണ് കാര്യത്തിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞാണ് വന്നത്. അന്നത്തെ പോയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തത്. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ വന്ന് വലിയ കുറച്ച് ഫലങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് ഞാൻ ഇന്ന് ഈ വീട്ടിലേറെ ഇന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലും കൂടെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ പോകണം എന്ന് വിചാരിക്കുകയാണ്. പുള്ളി നല്ല രീതിയിലാണ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ തന്നെ പോയിട്ട് നല്ല രീതിയിൽ അതിനെക്കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങളത് എന്താണെന്ന് മനസ്സിലാക്കി അതിനൊക്കെ അതിൻ്റെ സൊല്യൂഷൻ പോയിട്ട് കണ്ടുപിടിച്ച് അതിന് റെഡിയാക്കി തരും. ഓരോ ഓപ്പറേറ്റർമാരെ പോലെ രീതിയിലുള്ള പറ്റില്ല ഇത് പറ്റില്ല എന്നുള്ള കടുംപിടിച്ചൊന്നും പിടിക്കാറില്ല. ഉള്ള ഫുഡിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ ഇന്നുവരെ പോയിട്ടുള്ളതെല്ലാം നല്ല രീതിയിലുള്ള ഹോട്ടലുകളും നല്ല സർവീസും ഒക്കെ ആയിരുന്നു. അപ്പോഴെല്ലാം പോട്ടിയെടുത്ത് പറഞ്ഞു പൈസ നമ്മൾ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് നല്ല ഫുഡ് വേണം. പോട്ടി പറഞ്ഞു അത് കുഴപ്പമില്ല, ഞാൻ തന്നെ അത് റെഡിയാക്കി തരാം, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതുപോലെ തന്നെയാണ് ചെയ്തത്. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും പക്ഷെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടാറില്ല. ഇനി എത്രയും ദിവസമായി എന്നാലും ഇനി ആർക്കും അറിഞ്ഞില്ല. ആ ഒരു രീതിയിലാണ് പോകുന്നത്. എന്തായാലും നമ്മളെ
ഇതുവരെ വളരെ സന്തോഷമായിട്ട് ഇനി ഉണ്ടാക്കി ഇങ്ങനെ സന്തോഷമായിട്ട് പോയി വീട്ടിലേക്ക് എത്തണമെന്നുള്ള ഒരാഗ്രഹമുണ്ട്. വീട്ടിൽ ഒരുപാട് നന്ദി. ഹലോ ഹലോ, എല്ലാവർക്കും നമസ്കാരം. എനിക്കധികം മലയാളം പറയാൻ അറിഞ്ഞൂടാ. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. ഇവിടെ ഒരുപാട് സ്ഥലത്തിൽ പോയിട്ടുണ്ട്. എന്നാലും എനിക്ക് മുരളി പഠിപ്പിച്ചാൽ ഞാൻ വരും. അതുകൊണ്ടാണ് ഞാൻ വന്നത്. എനിക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എന്റെ ഭക്ഷണം കഴിച്ച 6 മാസം ആയതുള്ളൂ. എന്നോട് ഞാൻ കോച്ചിനോട് വന്നതാണ്. നന്ദി പറ, നന്ദി എന്ന് പറ. എനിക്ക് ഒരുപാട് പറഞ്ഞു കൂടെ വരം പറഞ്ഞു. അങ്ങനെയൊന്നും സന്തോഷമൊന്നുമില്ല. കാരണം എല്ലാവർക്കും എല്ലാവരും പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇങ്ങനെ ഒരു യാത്ര ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് എല്ലാവരുമായിട്ട് പരിചയപ്പെടാനൊന്നും പറ്റില്ല. എങ്കിലും ഏറെക്കുറെ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്നു. വാച്ച് എന്നെ നല്ല രീതിയിൽ എന്നെ എല്ലാ കാര്യത്തിനും സഹായിക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ള സുഹൃത്തുക്കളും അതുപോലെ തന്നെ. പിന്നെ ഞാൻ 1-2 പോറ്റിമാരെയൊക്കെ പെട്ടെന്ന് പറഞ്ഞ് എല്ലാവരും കണ്ട് പരിചയപ്പെട്ടുന്നുണ്ട്. നല്ല കാര്യമായിരുന്നു. ഈ യാത്രയിൽ എല്ലാ കാര്യത്തിലും കൂടെ നിന്ന പോറ്റിക്ക് നന്ദി പറഞ്ഞോണ്ട്. ഞാൻ ഹൈദരാബാദിൽ നിന്ന് വന്നതാണ്. എന്റെ അനിയത്തി പറഞ്ഞാൽ പരിചയമുള്ളൂ എനിക്ക് പോറ്റിയായിട്ട്. പക്ഷെ ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തു. നല്ല ഹോട്ടല്, നല്ല ഫുഡ്, നല്ല കെയറിങ്. ഇനി ഇതുപോലെ നല്ല നല്ല അവസരങ്ങൾക്കൊക്കെ ഞാൻ വരും. പിന്നെ ഇതുപോലെ നല്ല ചാൻസസ് വന്നു കഴിഞ്ഞാൽ വരാൻ. നമസ്കാരം. ഞാൻ കോഴിക്കോട് ഇതിനെ മുമ്പ് ടൂറിന് പോയിട്ടുണ്ട്. എനിക്കത് നല്ല ഇഷ്ടമായി. നേരത്തെ പോയിട്ട് അങ്ങനെ തന്നെ ഞങ്ങളെല്ലാം എൻജോയ് ചെയ്താണ് പോയിട്ട്. എല്ലാവരും ഒരേ കുടുംബക്കാരെ പോലെ ഞങ്ങൾ കാണുന്നത്. നന്ദി, നമസ്കാരം. പറഞ്ഞോ. കാണണ്ടേ, പിള്ളേരൊക്കെ കാണണ്ടേ. ഹലോ, സ്നേഹം നിറഞ്ഞ എൻ്റെ മക്കളെ, എൻ്റെ മക്കളെ, എൻ്റെ സഹോദരന്മാരെ പോലെയാണ് ഞാൻ ഇവിടെ ഉള്ള 41 പേരെ കാണുന്നത്. ഒരുപാട് ടൂർ പോയി തളർന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് 80 വയസ്സോളം ആയി. എന്നാൽ പോലും മുരളി വിളിച്ചപ്പോൾ വരണോ വേണ്ടയെന്ന് ആലോചിച്ചു. അപ്പോൾ എൻ്റെ കുട്ടികൾ പറഞ്ഞ് അമ്മയ്ക്ക് പറ്റിയ ടൂറല്ല, ഭയങ്കര ക്ലൈമറ്റ് മോശമാണ്, ആഹാരം അമ്മയ്ക്ക് ശരിയാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ മുരളിപ്പറ്റി എന്നെ രക്ഷിക്കും. മുരളിപ്പറ്റിയുടെ കൂടെ ജീവിക്കുന്ന ആള് കൃഷ്ണനാണ്. കൃഷ്ണനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാ മാസവും ഗുരുവായൂരൊക്കെ പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ കൃഷ്ണനെയും മുരളിപ്പറ്റിയുടെ മുഖമാണ് കണ്ടുകൊണ്ട് ഞാൻ ഈ ഓരോ നിമിഷവും കടന്നു പോകുന്നത്. പിന്നെ നമ്മുടെ ഈ ടൂറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ടൂർ ഞാൻ പോയിട്ടുണ്ട്. കൂടുതലും പോയിട്ടുള്ളത് അയ്യപ്പ ട്രാവൽസിലാണ്. 1991 തൊട്ട് ഞാൻ കാശിയിൽ പോകാൻ തുടങ്ങി. കാശിയിൽ 13ാമത്തെ പ്രാവശ്യമാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ലോകത്തിനെ കുറിച്ചും കാര്യമാണ്. പ്രത്യേകിച്ച് ഞാനൊരു ടീച്ചറായതുകൊണ്ട് കുട്ടികളെ മേച്ചുള്ള കൃഷ്ണൻ ആടുകളെ മേച്ചുകൊണ്ട് പശുക്കളെ മേക്കുന്ന പോലെ ഞാൻ കുട്ടികളെ മേച്ചുകൊണ്ടാണ് നടന്നിരുന്നത്. ഇപ്പോൾ 23 കൊല്ലമായി പെൻഷനായിട്ട്. എന്നാലും ഇപ്പം ഞാൻ എൻ്റെ പഴയ കാലത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും എനിക്ക് കുട്ടികളാണ് ഇപ്പം. അപ്പം നിങ്ങളുടെ കൂടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും ആനന്ദവും. ഒരു രോഗിയാണെന്ന് പോലും എനിക്കിപ്പോൾ തോന്നുന്നില്ല. ഞാൻ വീട്ടിൽ ഇരുന്നപ്പോൾ നമുക്ക് എപ്പോഴും എനിക്ക് കഴിയാനേ നേരമുള്ളൂ. അങ്ങനായി പോയില്ലെന്ന്. പക്ഷേ ഇവിടെ വന്നിട്ട് 10 ദിവസമായി. മുരളിപ്പറ്റിയുടെ സഹായവും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും അറിയുന്നില്ല. ഞാൻ വളരെ സന്തുഷ്ടയാണ്. പിന്നെ അതിന് പറഞ്ഞിട്ട് നമ്മുടെ ടൂറിനെ കുറിച്ച് പറയാമെങ്കിൽ നമ്മുടെ ടൂറ് ആൾവേസ് 24 hours നമ്മൾ യാത്രയിലാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് ഒരു റെസ്റ്റ് തരുന്നുണ്ട്. നല്ല അക്കോമഡേഷൻ, നല്ല ഫുഡാണെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗത്തുള്ള ഫുഡ് പല രീതിയിലായിരിക്കും. അതിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്. അല്ലാതെ വേറെ കുറ്റം പറയാനൊന്നുമില്ല. പക്ഷെ പോറ്റി ഇത്രയും നമുക്ക് നല്ല സൗകര്യം തന്നെ. ആ പോറ്റിയെ എനിക്ക് ഒന്നും പറയാനില്ല. എന്ന് വെച്ചാൽ പോറ്റി എപ്പോഴും എൻ്റെ അടുക്കളയുടെ ബാക്കിലാണ്.
അമ്പലത്തിന്റെ ബാക്കിലാണ് എൻ്റെ വീട്. ഞാൻ അടുക്കളയിൽ നിന്ന് ആഹാരം പാകം ചെയ്യുമ്പോൾ കോച്ചിയിലെ മന്ത്രവും കോച്ചിയിലെ സംസാരവും എല്ലാം ഞാൻ 24 hours കേൾക്കുകയാണ് രാത്രി ഒഴികെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കോച്ചിയോട് പ്രത്യേകം സ്നേഹമുണ്ട്. ഒരുപാട് യാത്രകൾ ഞാൻ കോച്ചിയിലൂടെ ചെയ്തിട്ടുണ്ട്. ഒന്നിനും എനിക്ക് വിഷമം തോന്നിയിട്ടില്ല, ഒരു വിരോധം തോന്നിയിട്ടില്ല. കോച്ചിയോട് എപ്പോഴും പിന്നെയും വിളിച്ചാൽ വരണമെന്നുണ്ട്. കോച്ചിയിലെ കൊണ്ടുപോകുമെന്ന് അറിയില്ല, അറിയില്ല. അത്രയ്ക്ക് നല്ല സ്നേഹമായിപ്പോയി നിങ്ങൾ. എൻ്റെ ഒരു മോൻ്റെ പ്രായം നിന്നതുകൊണ്ട് എൻ്റെ മൂത്ത മോൾക്ക് 52 വയസ്സായി. അപ്പോൾ എൻ്റെ മോനും 51 വയസ്സായി. അപ്പോൾ ആ കല്യാണത്തെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇനിയുള്ള യാത്രകളിലും ഇപ്പോൾ എനിക്കൊരു അവസാനത്തെ യാത്ര എന്ന് പറയാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സ് എപ്പോഴും യാത്രയുടെ കൂടെയാണ് സഞ്ചരിക്കുന്നത്. എനിക്കത് ഒഴിവാക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇനിയും യാത്ര ചെയ്യാനുള്ള അവസരം എനിക്ക് തരട്ടെ. ഇനിയുള്ള അവസരങ്ങളിൽ എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാനുള്ള അനുഗ്രഹം ദൈവവും തരണം. മുകളിൽ കേൾക്കുന്ന ദൈവവും തരണം. പിന്നെ നിങ്ങളെ പോലെ ഇപ്പൊ ഇന്നിപ്പോ 10-12 ദിവസം കൊണ്ട് നമ്മൾ സഹോദരങ്ങളെ പോലെയും മക്കളെ പോലെയും എല്ലാം നമ്മൾ കണ്ട് രസിച്ച് നമ്മൾ ഒത്തൊരുമിച്ച് പോകുന്നുണ്ട്. പിന്നെ കോച്ചയുടെ കൂടെയുള്ള പിന്നെ കോച്ചയെ സഹായിക്കുന്ന നമ്മുടെ സുരേഷ് അല്ലേ, സുഭാഷിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നാൽ പോലും എന്തോ ഒരു അടുത്ത ഒന്ന് സുഭാഷിന്റെ അടുത്ത് ഒന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീദേവിയെ കണ്ട് ശ്രീദേവി എല്ലാവരുടെ കാര്യം അന്വേഷിച്ച് ഒരു മോളെ പോലെയും ഒരു അന്വേഷിയെ പോലെയും ഒരു എന്തോ ഒരു ബന്ധം. പക്ഷേ നിങ്ങളെല്ലാവരും എനിക്കൊരു ബന്ധമുള്ളത് പോലെയാണ് തോന്നുന്നത്. ഒരു അന്യ ആൾക്കാരായിട്ട് എനിക്ക് തോന്നുന്നില്ല. സത്യം പറയുകയാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഇനിയും നമുക്ക് പല യാത്രകളിലും കണ്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. ദൈവം അതിനുള്ള അവസരം തരട്ടെ, അതിനുള്ള അവസരം തരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും എല്ലാം നേർന്നുകൊണ്ട് ഞാൻ ഈ പ്രസംഗം നിർത്തുന്നു. എല്ലാവർക്കും വണക്കം. பேசும்போது எனக்கு தமிழெல்லாம் പിന്നെ എനിക്ക് മുരളിപ്പതിയുടെ കൂടെ യാത്ര അറിയുന്നത് ரொம்ப ഇഷ്ടമാകും. ആദ്യം ഞാൻ മുരളിപ്പതിയുടെ ഒരു 2019 അഹോബിനെ പോയതാക്കും. അത് തൊട്ട് എനിക്ക് മുരളി പള്ളിപ്പൊതിയെ പഴക്കമാക്കും. എനിക്ക് ரொம்ப சந்தோஷமாகும். അതുപോലെ പിള്ളേർ മുരളിപ്പൊതിയെ കൂടാതെ എന്നെയും അമ്മ சந்தோஷமா போயிட்டு வான்னு சொல்லுவாங்க. അതുകൊണ്ട് എനിക്ക് മുരളിപ്പൊതി കൂടെ വരെ ரொம்ப சந்தோஷம். இப்போ വന്നത് 13 ദിവസമാണ് சொல்லி கொஞ்சம் எனக்கு ரொம்ப பயமெல்லாம் இருந்தது. ஆனால் இப்போ 9 ദിവസം കഴിഞ്ഞ ஒரு 5 ദിവസം கூட உண்டு. சந்தோஷமா போயிடுவோம். இவ்வளோ நாள் கழிஞ்சதுപോലെ ഇനിയും 5 ദിവസം ആർക്കും ഒന്നും ഇല്ലാതെ എല്ലാവരും നല്ലപടിയായിട്ട് സന്തോഷമായിട്ട് ഇതുപോലെ ഒത്തൊരുമയായിട്ട് ഈ ട്രാവല് അത് முடிச்சு திருவனந்தபுரம் போய் சேரணும்னு சொல்லி எல்லாம் வல்ல இறைவனை பிரார்த்திக்கிறேன். எவ்வளவு எல்லாருக்கும் துணை செய்வாங்க. நல்லபடியாக ഈ യാത്ര തുടരട്ടോ. വടക്കൻ കേരള യാത്രയില് സുഭാഷ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെട്ടത് വടക്കൻ കേരള യാത്ര പോന്നപ്പോഴാണോ. അതുപോലെ നവകൈലായം യാത്ര 2வது, ഇപ്പൊ 3வது സുഭാഷ പരിചയപ്പെടുന്നത്. ரொம்ப നല്ലതായിട്ട് നമുക്ക് എല്ലാ ഹെൽപ്പും പറ്റുന്ന ഒരാളാക്കും. എനിക്ക് ரொம்ப നമുക്ക് നമ്മൾ ഹെൽപ്പ് ഉണ്ട് എന്ന് സംശയം കേട്ടാലും ചൊല്ലി തരുന്നത് അതെല്ലാം എന്നാ ഒരു ഉദവി കേട്ടാലും ചെയ്യത് അതെല്ലാം സുഭാഷ് നല്ലപടിയും ചെയ്യും. അതുപോലെ ശ്രീദേവി ഒരു അനിയത്തെ പോലെ ഇപ്പോൾ കൂടെ വന്നതുകൊണ്ട് ഇവിടെ പരിചയപ്പെട്ട് പുതിയ മോഹങ്ങളിൽ ഒരുപാട് പരിചയപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും നല്ലതായിട്ട് ഒന്നും പറയാനായിട്ടില്ല കോച്ചിയെക്കുറിച്ച്. എന്നാൽ പറയാനുമുണ്ട്. കോച്ചിയുടെ എല്ലാ യാത്രയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ സാഹചര്യങ്ങളൊക്കെ മോശമായതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കാറാണ് പതിവ്. പക്ഷെ എന്നാലും കോച്ചി എന്നെ വിടാറില്ല. ചേച്ചി ചേച്ചി നമുക്ക് അത് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഒരുപാട് നാളുകൊണ്ട് ഞാൻ ചേച്ചിയുടെ കോച്ചിയുടെ കൂടെ യാത്ര ചെയ്യുകയാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന ആൾക്കാരെയൊക്കെ ഞാൻ ഇതിലേക്ക് കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ കാണും പോലെ എല്ലാവരും കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും കാണട്ടെ, ഞാൻ മാത്രം കണ്ടാൽ പോലെ നിങ്ങളും വരുമെന്ന് പറഞ്ഞ് എനിക്കറിയുന്ന ആൾക്കാർ അത്രയും ഞാൻ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. കുറേ പേര് വരും, കുറേ പേര് വരാറില്ല. എങ്കിലും എനിക്ക് എന്നെയും കോച്ചിയുടെ കൂടെ ഒരുപാട് നാൾ വരണമെന്ന് ആഗ്രഹമുണ്ട്. സാഹചര്യങ്ങൾ എന്നെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ പേര് വിജയകുമാരി എന്നാണ്. ഞാൻ കാട്ടാക്കടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ ചേച്ചി മുഖാന്തരമാണ് കോച്ചിയെ പരിചയപ്പെട്ടതും കോച്ചിയിലൂടെ ഞാൻ ഒരുപാട് യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഇടയ്ക്കൊരു ആപത്തൊക്കെ സംഭവിച്ചു.
കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ചേച്ചി കിട്ടുമ്പോൾ എല്ലാവരും ആശുപത്രി കിടക്കായിരുന്നു. വളരെ കത്തിയായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് വിളിച്ച് പറഞ്ഞ് എനിക്ക് വരാൻ പറ്റിയത് എപ്പോഴും ക്യാൻസൽ ചെയ്യണമെന്ന്. അപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റൂലല്ല. അങ്ങനെ ഞാൻ വളരെ വിഷമത്തിലായിരുന്നു. പിന്നെ ദൈവം സഹായിച്ച് ചേച്ചിക്ക് ഒരുവിധ സുഖമായി. ഞാൻ വീട്ടിൽ നമ്മൾ വരണേൻ്റെ അന്ന് 3 മണിക്കാണ് ഞാൻ വീട്ടിലെത്തിയത്. ആശുപത്രിയിൽ ചേച്ചിയെ വീട്ടിക്കൊണ്ടാക്കിയിട്ടാണ് വന്നത്. പിന്നെ എനിക്ക് കൊച്ചിയിലൂടെയുള്ള യാത്രയൊക്കെ ഇഷ്ടമാണ്. ഇനിയും വരണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഇതംപോലെ ചെയ്യാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് മുമ്പ് സംസാരിച്ചവരെല്ലാവരും പറഞ്ഞതെന്ന് തന്നെ മനസ്സിലാകും. ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ അവസാനിക്കാറാകുമ്പോൾ എന്തെങ്കിലും ധന്യവാക്ക് പറയുക എന്നുള്ള ഒരു ചടങ്ങായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാം കേട്ടപ്പോൾ എല്ലാവരും അവരവരുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഉള്ളിൽ തന്നെയാണ് പറയുന്നത്. അവിടെ നിന്ന് തന്നെ ഈ യാത്രാ സംരംഭത്തിൻ്റെ വിജയം നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്. യാത്രകൾ എല്ലാവരും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. പലർക്കും പല പരിമിതികൾ കൊണ്ട് നടക്കാറില്ല. ഇത് ഒരു 13 ദിവസത്തിലെ ഇത്രയും ഒരു ദീർഘമായ യാത്രയിൽ പങ്കെടുക്കാൻ ഇത്രയും കൂടുതൽ സാധിച്ചത് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. കാരണം പറഞ്ഞാൽ പലർക്കും സാധാരണക്കാരായ പലരും ഈ ഗ്രൂപ്പിൽ തന്നെയുണ്ട്. അവർക്ക് വിമാനയാത്ര, കേബിൾ കാർ യാത്ര, അവർ വായിക്കുകയും ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം സാധിച്ചു. ഈ യാത്രയ്ക്കിടയിൽ സൗകര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്യാനും നടത്തിക്കൊണ്ടുപോകാനും സാധിച്ചു. ഇതിന് എല്ലാവരുടെയും സഹകരണം കിട്ടി. ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. ഇതേമാതിരി ഇനിയും യാത്രകൾ സംഘടിപ്പിക്കുവാനും ആൾക്കാർക്ക് പങ്കെടുക്കുവാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട്. എല്ലാവർക്കും നടത്താം. നമസ്കാരം. ഇന്ന് നമ്മുടെ ഇവിടെ 3-4 ദിവസം കഴിയുമ്പോൾ നമ്മുടെ യാത്ര അവസാനിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഇവരെല്ലാവരും നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു. എനിക്ക് നമ്മുടെ യാത്ര കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരല്പം കൂടെ ശ്രദ്ധിക്കേണ്ട, ഒരല്പം കൂടെ ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. നമ്മൾ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പറ്റാവുന്ന സ്ഥലങ്ങൾ മാത്രമേ നമ്മൾ എടുക്കാവൂ. ഒരു 5 സ്ഥലം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യുകയാണ്. എന്നാലും നമ്മൾ പോകുന്ന വഴിയിൽ ചില ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണും. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി കാണണമെന്നില്ല, നമ്മൾ നേരത്തെ അറിവിടെ കഴിയും. ഉദാഹരണം നമ്മളിപ്പോൾ പോയപ്പോൾ അതിൻ്റെ നമ്മൾ ദ്വാരക എടുത്തതിൻ്റെ അടുത്താണ് പ്രേം മന്ദിർ എന്ന് വെച്ചാൽ, ദ്വാരകയല്ല, നമ്മൾ മധുര പോയതിൻ്റെ അടുത്താണ് പ്രേം മന്ദിർ എന്ന സ്ഥലം. അത് വളരെ നല്ല സ്ഥലമാണെന്ന് പറയുന്നു. എനിക്കറിയില്ല, ഞാൻ പോയിട്ടില്ല. ഞാൻ ഈ ഭാഗം പല സ്ഥലത്തും പോയിട്ടുണ്ട്. ഈ നമ്മുടെ ഡൽഹി ചുറ്റുപാടുള്ള എല്ലാ സ്ഥലങ്ങളും പോയിട്ടുണ്ട്. രാജ്ഘട്ടും അല്ലെങ്കിൽ നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ഇത് ശക്തി സ്ഥല്, അതുപോലത്തെ എല്ലാ സ്ഥലങ്ങളും പോയിട്ടുണ്ട്. അപ്പം നമ്മളത് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കൂടുതൽ 10, 200, 300 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഒരു സ്ഥലം മാത്രം കാണുന്നതിനെക്കാട്ടി ആ ഇടയ്ക്കുള്ള സ്ഥലമാണെങ്കിൽ, ഇപ്പം ഇന്നലെ നമ്മൾ വരുന്ന വഴി തന്നെ പട്ടയപ്പുറത്ത് പോകുന്ന സ്ഥലമുണ്ട്. അതും വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. അത് നമ്മൾ ദൂരെ നിന്ന് കണ്ടു, അറിയാവുന്നവർ കണ്ടു, അറിഞ്ഞൂടാത്തവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തതാണെന്ന് പറഞ്ഞു. അപ്പം ഇത്രയും ദൂരം വരുമ്പോഴത്തേക്കും 10, 200, 300 കിലോമീറ്റർ വന്നിട്ട് 1, 2 സ്ഥലങ്ങൾ കാണുന്നതിന് പകരം അതിൻ്റെ ഇടയ്ക്കുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കണ്ടാൽ കൊള്ളാമായിരുന്നാണ് എൻ്റെ അഭിപ്രായം. സമയം വേണം, ഇതെന്ന് പറയുന്നില്ല. നമ്മൾ കഴിയുന്നിടത്തോളം ഒരു സ്ഥലത്ത് താമസിച്ചിട്ട് 1, 2 ദിവസം എടുക്കാമല്ലോ. ഈ ഡൽഹിയിൽ താമസിച്ചിട്ട് ഇന്നത്തെ റൗണ്ട് ഡൽഹി ഒരു ദിവസം, ബാക്കി ഒരു ദിവസം ഡൽഹിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സ്ഥലം എടുക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സ്ഥലം ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരാൾ കന്യാകുമാരി പോകുന്നു, നേരെ കന്യാകുമാരി പോകുന്നതിനെക്കാട്ടിയും തിരുവനന്തപുരത്ത് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി തിരുവനന്തപുരത്ത് കാണേണ്ട സ്ഥലങ്ങളൊക്കെ 1, 2 ദിവസങ്ങൾ കണ്ടിട്ട് അതിനുശേഷം കന്യാകുമാരി വന്ന് തിരിഞ്ഞ് വന്നിട്ട് നേരെ പോട്ടെ. നമ്മളിങ്ങനെ കംപ്ലീറ്റ് നോർത്ത്, സൗത്ത്, വെസ്റ്റിനൊക്കെ എടുക്കാതെ കുറേ ഭാഗങ്ങൾ നമുക്ക് വേണം, എല്ലാ സ്ഥലവും വേണം. ഞാനും ഇത്തോടെ ഈ പോയ എല്ലാ സ്ഥലങ്ങളും പോയിട്ടുണ്ട്. പോകാത്ത സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ വാഗാബോർഡർ, അയോധ്യയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഈ ഡൽഹിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോയ എല്ലാ സ്ഥലങ്ങളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പുതിയ യാത്രയ്ക്ക് വരുമ്പോഴത്തേക്കും എല്ലാവരും ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇരിക്കണമെന്നില്ല. കുറച്ചുപേര് പുതിയ ആൾക്കാരായിരിക്കും, പഴയത് പല ആൾക്കാരും ഒന്നിൽ കൂടി പ്രാവശ്യം കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ കാണാത്തവർക്ക് ഒരു സ്ഥലം കാണുമ്പോൾ അവർക്കൊരു പുതുമയാണ്.
മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ യാത്രയിൽ പോകുമ്പോഴത്തേക്കും പല ശാരീരികമായ പ്രശ്നങ്ങളുള്ളവരുണ്ട്. പ്രത്യേകിച്ചും ഈ ബാത്റൂമിനെ പറ്റി നമ്മൾ രാവിലെ തിരിക്കുന്നു, രാത്രി 10, 11, 12 മണിക്ക് എത്തുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇന്നത്തേതുപോലെ 10-20 കിലോമീറ്റർ പോകുമ്പോഴത്തേക്കും സൂട്ടബിളായിട്ടുള്ള സ്ഥലം നിർത്തി ഒരല്പം 10-15 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം പോകുന്നത്, പ്രത്യേകിച്ച് ടോയ്ലറ്റ് ഫെസിലിറ്റിയുള്ള സ്ഥലത്ത് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. പ്രത്യേകിച്ചും സീരിയസായിട്ടുള്ള ആൾക്കാർക്ക് ഇതാണ് പ്രധാന കാര്യം പറയാനുള്ളത്. അപ്പോൾ അത് കണക്കാക്കി അത് ചെയ്തു. നമ്മൾക്ക് ഒരുപാട് സ്ഥലത്ത് പോയില്ലെന്ന് പറയാം. കൂടുതൽ യാത്രയായിരുന്നു അല്ലേ? എല്ലാ രാവിലെ മുതൽ വൈകുന്നേരം വരെ മിക്കവാറും ദിവസങ്ങളിൽ യാത്രയായിരുന്നു. 12 മണി 1 മണിക്ക് ഞങ്ങൾ ഗുജറാത്തിൽ പോയിട്ടുണ്ട്. ഗുജറാത്ത് പോയപ്പോൾ ഇതുപോലെയായിരുന്നു. ഒരു സ്ഥലം കാണാൻ 300 കിലോമീറ്റർ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ഗൈഡിന് അവിടുത്തെ ടൈം അറിയത്തില്ലായിരുന്നു. ഈ വെള്ളം കയറി വന്നിട്ട് പോകുന്ന ഒരു സ്ഥലമായിരുന്നു. അത് കടൽ കയറി വന്നിട്ട് പോകുന്ന അത് എല്ലാ ദിവസവും ഉള്ള ഒരു പ്രതിഭാസമായിരുന്നു. അയ്യാത്ത അറിയത്തില്ല, ഗൈഡിന് അറിയത്തില്ല. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും 4:30 വെള്ളം കയറി വരുമ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും 4 മണിക്കുമ്പോൾ വെള്ളം കയറി കഴിഞ്ഞു. ഇത്രയും ദൂരം പോയിട്ട് നമുക്കത് കാണാൻ പറ്റും. പക്ഷെ അവസാനം ഇത് കയറി വന്നിട്ട് പോകുന്നത് കണ്ടു. ഇതുപോലെ ആ പട്ടേലിൻ്റെ സ്റ്റാച്ചു കാണാൻ പോയി ഗുജറാത്തില്. അവിടുത്തെ ടൈമിങ് ഇവർക്ക് അറിയത്തില്ല, ഗൈഡിന് അറിയത്തില്ല. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അത് അടയ്ക്കാറാക്കി. പിന്നെ എല്ലാവരും ഒരു പോവുകയാണ്. ഇതിൽ എന്നെ പോലെ 75 വയസ്സായവരുണ്ട്, 60 വയസ്സായവരുണ്ട്, 40 വയസ്സായവരുണ്ട്. അത് ഗൈഡിനുള്ളവർ അതിന് മുമ്പ് പോകും. അവർക്ക് അറിയത്തില്ല. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗുജറാത്തിൽ തന്നെ ഒരു വലിയ പാറയുടെ അടിയിൽ ഒരു 5 നില കെട്ടിടത്തിൻ്റെ കാഴ്ചയിൽ ഒരു കെട്ടിടം എന്ന് പറഞ്ഞാൽ ഒരു അമ്പലമുണ്ട്. അത് ഗൈഡിന് അറിയത്തില്ല. അവിടെ ആരും ഗൈഡ് നമ്മളെ കൂടെ ഒന്ന് ഗൈഡ് വന്നു വരുന്നില്ല, ഈ പാറ മാത്രമേ ഉള്ളൂ. ഒടുവിൽ ഞങ്ങൾ ചോദിച്ചു, അവിടെ ഈ ആർക്കിയോളജിക്ക് പഠിക്കാനൊന്ന് പിള്ളേരുണ്ടായിരുന്നു. പിള്ളേർ അവർ പറഞ്ഞു അവിടെ ഒരു ചെറിയ വായിലുണ്ട്, അതിനകത്തൊക്കെ അറിയുന്നത്. അവിടെ ചെന്നപ്പോൾ എന്താണ് ഒരു 5-6 നില കെട്ടിടം ഇതിലേക്ക് ഒരു കുളമാണ്, വലിയൊരു ഘട്ടത്തിൻ്റെ അടിയിൽ. അത് ഒരു അമ്പലം പോലത്താണ്, നല്ല കൊട്ടുപണിയുള്ള അമ്പലം. നമ്മളെ 100 രൂപ നോട്ടിൻ്റെ പുറകിലുള്ള എല്ലാ 100 രൂപ നോട്ടിൻ്റെ പുറകിലും ആ അമ്പലത്തിൻ്റെ ഫോട്ടോ ഉണ്ട്. അത് ഭൂമിയുടെ ഒരു താഴത്താണ്. അപ്പോൾ അതിനെപ്പറ്റി കളവുണ്ട്. അപ്പോൾ ഇതേപ്പറ്റിയൊക്കെ കുറച്ച് പറഞ്ഞു തരാൻ കഴിവുള്ള ആൾക്കാരുകളാണ്. ഒരുപക്ഷെ ഇംഗ്ലീഷിലാണെങ്കിലും നമ്മളെ കൂടെയുള്ള പലർക്കും അതിൻ്റെ ഒരു ചെറിയൊരു വിവരണം നൽകാൻ പലർക്കും സാധിക്കും. പറയുന്ന ഗൈഡ് ചിലപ്പോൾ ഇംഗ്ലീഷോ ഹിന്ദിയോ മറ്റോ അറിയാമായിരുന്നു. ഇംഗ്ലീഷോ ഹിന്ദിയോ മാത്രം അറിയാവുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ആർക്കെങ്കിലും അതിനെപ്പറ്റി ചെറുതായിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും, പരിഭാഷകളിൽ കൊടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആഹാരവും മറ്റുള്ള താമസവും എല്ലാം വളരെ വളരെ നന്നായിട്ടും വർഷത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേരളത്തിൽ ചമ്പാറ്റ് പോയി കിട്ടുമെന്ന് പിടിക്കാൻ പറ്റില്ല. അത് ഓരോ സ്ഥലത്തും ഇനി പോയാൽ നിങ്ങൾ മലേഷ്യ പോകുമ്പോഴും ഇതൊക്കെ തന്നെ ബുദ്ധിമുട്ടാണ്. അവിടെ ഒരു പക്ഷേ അരി തന്നെ കണ്ടില്ലെന്ന് തിരിക്കും. എനിക്ക് നമ്മളെ ഗൈഡിനെ പറ്റിയൊന്നും പറയാനില്ല. ഫൈബറെ മറ്റേ ക്ലീനും പറ്റി നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് നമ്മളെ മുമ്പ് ഇരിക്കുന്ന സ്വാമിയെ ഞാനിപ്പം ഈ നേരത്തെ എനിക്ക് അറിയാമായിരുന്നു. നമ്മൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ സ്വാമിയെ മിക്കവാറും 2-3 ദിവസത്തിലേക്ക് കാണും. ഞാൻ സ്വാമിയെ വിട്ട് കുറച്ച് അപ്പുറത്താണ് താമസം. എന്നല്ല ഒരു പള്ളാങ്ങിൻ്റെ അപ്പുറത്താണ് താമസിക്കുന്നത്. കൂടെ കുറച്ചൊന്നും ഈ സംശയം വിട്ട് ചോദിക്കും, പോകുന്ന കാര്യവും വരുന്ന കാര്യവും. ഇതിൻ്റെ ഇടയിൽ എനിക്കൊന്നും വരാൻ പറ്റാതെ ഒരു സ്ത്രീ ഉണ്ടായി, പോയിക്കൊന്ന് വീണതായിരുന്നു. അപ്പം ഈ പോയിട്ട് തന്നെ പറഞ്ഞ് ഒന്നും സംഭവിച്ചില്ല, വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വൈഫിൻ്റെ മകളുടെ ഏറ്റിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ എനിക്ക് ഏറ്റവും വരാനുള്ള ധൈര്യം തന്നത് നമ്മളെ കരമേയുള്ള സ്വാമിയാണ്. നമ്മളെ കരമേലുള്ള ആൾക്കാർ കുറക്കാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങളെ എന്നെ വീട്ടിൽ കൊണ്ട് എത്തിക്കും. എന്തൊരു ധൈര്യം ഉണ്ടായിരുന്നു. ആ ഒരു ധൈര്യമാണ്. അതായത് വേറെ ഒരുപാട് ടൂർ പോയതുണ്ട്. ഇപ്പം എൻ്റെ അനിയൻ ഇപ്പം IRCTC-യിലൂടെ ഇവിടെ വന്നിരിക്കുകയാണ്. അത് തിരുനെൽവേലിയിൽ നിന്ന് 5-ാം തീയതി തുടങ്ങിയ യാത്രയാണ്. അത് പ്രയാഗ്രാജിൽ പോയിരിക്കുന്നു. പുള്ളി ഇന്ന് പ്രയാഗ്രാജിലുണ്ട്. അത് ഞാൻ ഇന്ന് കോൺടാക്ട് ചെയ്തു. അത് ഇന്ന് എത്തി, ഇന്ന് പ്രയാഗ്രാജിൽ പോയിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് അത് 3 സ്ഥലമാണ് വിസിറ്റ് ചെയ്യുന്നത്. തിരുനെൽവേലിയിൽ നിന്ന് തിരിച്ചതാണ്. 10 ദിവസത്തെ ടൂറാണ്. എന്നൊക്കെ എന്നോട് പറഞ്ഞു. ചില കുഴപ്പമില്ല, പുള്ളി വന്ന് കർത്താവിനെ വരുന്നത് ഈ മറ്റേ എന്താണ് ഈ നമ്മളെ ഈ തണുപ്പിൽ നിന്നും രസമാണല്ലോ. നമുക്ക് ഇതൊന്നും ഇല്ല, നമ്മളിങ്ങനെ വന്നിട്ടുണ്ട്. വന്നതെല്ലാം ഏകദേശം സമ്മർ സീസണിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പം പുള്ളിയാണ് അഡ്വൈസ് ചെയ്ത് അത് വേണം, ഇത് വേണം, മറ്റത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം കൊണ്ടാണ് നമ്മൾ തിരിച്ചിരുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ പോയിക്കെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പോയി കൃഷ്ണഭക്തനാണ് ഞാൻ. അതിനെക്കാട്ടിയും വലിയ കൃഷ്ണഭക്തനാണ്. പിന്നെ സുഖമായിട്ടും ശ്രീദേവിയെ പരിചയപ്പെട്ടപ്പോഴാണ് അറിയുന്നത് എൻ്റെ ഒരു ബന്ധു ശ്രീദേവിയുടെ അളർത്താമെന്നാണ്.
സുഭാഷാണെങ്കിൽ നമുക്ക് വല്ലപ്പോഴും എൻ്റെ ഫോട്ടോയ്ക്ക് ഇങ്ങനെ ഒരുപാട് പറഞ്ഞു പോയി. ഇടയ്ക്ക് പറഞ്ഞപ്പോഴും എനിക്ക് പറയാനുള്ളതിൻ്റെ സജഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ നിർത്തുകയാണ്. ശരി. ഞാൻ വള്ളിക്കുട്ടിയുടെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വള്ളിക്കുട്ടി എവിടെ പോയാലും ഞങ്ങളോട് പറയും, ഞങ്ങളതുകൊണ്ട് അതുപോലെ പോകാറുണ്ട്. ഇനിയും വള്ളിക്കുട്ടി അറേഞ്ച് ചെയ്യുന്ന ടൂറുകളിലൊക്കെ ഞങ്ങൾ പോകും. നല്ല ഭക്ഷണവും നല്ല താമസ സൗകര്യവും എല്ലാം ഒരുക്കിക്കുന്നു. വള്ളിക്കുട്ടിക്ക് എല്ലാവിധ ആശംസകളും ചെയ്യും. ഈ ഗ്രൂപ്പിൽ ആദ്യമായിട്ടാണ് ഇവർ ഈ പാക്കേജിൽ വരുന്നത്. യാത്രയൊക്കെ വളരെ നന്നായിട്ടുണ്ട്. കുറച്ച് അക്കോമഡേഷൻ ഒക്കെ നല്ലതാണ്. നല്ല ഹോട്ടലുകൾ, പിന്നെ ഫുഡൊക്കെ പിന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. സ്വാഭാവികമായിട്ട് എവിടെ യാത്ര ചെയ്താലും കേരളത്തിൽ ഓർത്തൊക്കെ എവിടെ പോയാലും നോക്കി പറഞ്ഞ ഫുഡുകളെ കിട്ടത്തും. അത് നേരത്തെ ഞാൻ അനവധി യാത്ര ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നുള്ളതേ ഉള്ളൂ. അതിനകത്തും നമുക്കതിനകത്ത് ഒരാളെ വിമർശിക്കാനൊന്നും പറ്റത്തില്ല. ഇവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള ഫുഡുകൾ മാത്രമേ നമുക്ക് അനുവദിച്ചു. അപ്പോൾ യാത്രകളൊക്കെ നന്നായിരുന്നു. നല്ല ഒരു ബസ്സാണ്. അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഹോട്ടലിൽ റൂമൊക്കെ നല്ലതായിരുന്നു. കൂടുതലായിട്ടൊന്നും പറയാനില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്തേ. എൻ്റെ പേര് സുഭാഷ്. എൻ്റെ സ്വന്തം നാട് കോഴിക്കോടാണ്. ഞാൻ വള്ളിക്കുട്ടി പരിചയപ്പെട്ടിപ്പോൾ 2 വർഷം കഴിഞ്ഞു. ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ്. വള്ളിക്കുട്ടിയുടെ കൂടെ തന്നെ ഇപ്പോൾ കുറച്ച് യാത്രകൾ പോയി. എല്ലാം ഭംഗിയായിരുന്നു. എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആണ് ആളുകളെല്ലാം. എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായിരിക്കും എല്ലാവർക്കും ഒരു ചെറിയൊരു ഇത് വരിക. അപ്പോൾ അത് നമ്മുടെ ഭാഗത്തും അല്ല, ആരുടെ ഭാഗത്തും തെറ്റല്ല. നമ്മുടെ ഈ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള ഭക്ഷണം അങ്ങനെയാണ്. നമുക്കത് ഒരു ശീലമായി വന്നാലും അത് ഓക്കെ, അല്ലെങ്കിൽ പെട്ടെന്ന് കഴിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. അതാണ് അതിൽ കൂടുതലായിട്ടൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ യാത്രകളെല്ലാം നന്നായിരുന്നു. ഇനി ഓർഗനൈസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അത് ശ്രദ്ധിക്കാം എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അതായത് ഈ നോർത്ത് ഇന്ത്യൻ ട്രിപ്പ്, അതായത് കുറേ ആൾക്കാർ എൻ്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരുടെ ഒരു അഭിപ്രായം കൂടെ ഇതിലുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരു യാത്ര പോകണം എന്ന് പലരുടെ അഭിപ്രായമായിരുന്നു. അപ്പോൾ ഇത് 22 മുതൽ ആലോചിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. 22, 23, 24, 25 സാധിച്ചത്. വളരെ 6-7 മാസത്തിന് മുമ്പ് വളരെ പ്ലാൻ ചെയ്ത് ഈ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ട് ചെയ്യാൻ തന്നെ 1 മാസത്തോളം, അതായത് ട്രാവൽസുമായിട്ട് പല കാര്യങ്ങളിലും സംസാരിച്ച് തിരുത്തി ഒക്കെയാണ് ഈ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തത്. സ്വാഭാവികമായിട്ടും ചെറിയ പ്രശ്നങ്ങൾ ഒഴികെ വേറെ ഒരു പ്രശ്നമില്ലായിരുന്നു. എനിക്കും പല പ്രാവശ്യവും എന്നും, അതായത് യാത്രയ്ക്ക് ഒരു 15 ദിവസത്തിന് മുമ്പായിട്ട് തന്നെ എന്നും ട്രാവൽസുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അവരുടെ സംസാരിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരും അതിന് വലിയ ഒരു പ്രശ്നമില്ലെന്നാണ് എൻ്റെ തോന്നല്. പിന്നെ ഇപ്പോൾ ഈ ഒരു ബാലചന്ദ്ര സാർ പറഞ്ഞ ഒരു കാര്യം, ഒരു അവിടെ നിന്ന് 35 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഞാൻ ആ തിരക്കിയപ്പോൾ നമ്മൾ പോയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ആ യാത്ര ഒഴിവാക്കിയത്. വളരെ അടുത്തൊരു 5 കിലോമീറ്റർ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പോകാമായിരുന്നു. അങ്ങനെ പല ട്രിപ്പിലും അങ്ങനെ 1-2 അഭിപ്രായം നല്ല ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് അന്ന് നമ്മൾ പോയിട്ടുണ്ട്. ഇത് 35 കിലോമീറ്ററാണ്, അതും ഋഷികേശിന്. അപ്പോൾ അത് നമുക്ക് പോയിട്ട് വരുമ്പോൾ അത് അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ആ യാത്ര ഒഴിവാക്കിയത്. ഓക്കെ, ഇനിയിപ്പോൾ അത് മെയ് 16 മുതൽ ഇനിയുള്ള യാത്രയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തിരുപ്പതി മാർച്ച് മാസത്തിൽ 3 ട്രിപ്പ്, ഏപ്രിൽ മാസം 1 ട്രിപ്പ്, മാർച്ച് 15 ശബരിമല, മെയ് 16 മുതൽ 22 വരെ സിംഗപ്പൂർ മലേഷ്യ ട്രിപ്പ്. ഇതിനുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. ഈ യാത്രയിൽ വന്ന് സഹകരിച്ച എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം. ഇപ്പൊ അല്ലേ ശൂന്യരിയായോ? അടിപൊളി. ഡാൻസിന്റെ ടൂറിട്ടെങ്കിൽ വണ്ടിയിൽ കളിക്കുന്നത്
സംഭവം തിരുമേനി ആദ്യം കൊടു അതിൻ്റെ പൂജ കർമ്മം എന്നുള്ള രീതിയിൽ. അതാണ് അതിൻ്റെ കറക്റ്റ്. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. You are being honored for your perfect service. Yeah. Yes. പറയും അവിടെ നിൽക്കണം. ഓ അല്ല, അത് അവസാനം നമുക്ക് എല്ലാവരും കൂടെ നിൽക്കാം. നമ്മൾ കൊടുത്തത് വീഡിയോ ഉണ്ടല്ലേ? ഇല്ല, അതുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ ആക്കാം നമുക്ക് മൊത്തത്തിൽ. ഫോട്ടോ എടുക്കാം.